എന്റെ റൂമിൽ അവിടെ ഇവിടെ കാണുന്ന ഒന്നാണ് ഈ കാണുന്ന കാർ. ഇതേ ഒരെണ്ണം അവിടെയും. അപ്പൊ ഇതിനൊക്കെ ഒരു ഒതുക്കം വരണമെങ്കിൽ ഒരു ഷെൽഫ് വേണം. ഇതിന്റെ ഒറ്റ സൊല്യൂഷൻ ഒരു ഷെൽഫ് മേടിക്കുക എന്നതാണ്. എന്നാ പിന്നെ ഒന്ന് മേടിച്ചേക്കാന്ന് പറഞ്ഞ ആമസോണിൽ കയറി വില നോക്കിയപ്പോഴാണ് ശരിക്കും ഞാൻ ഞെട്ടിയത്. അങ്ങനെ തീരുമാനം മാറ്റി ഒരെണ്ണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോ പണി തുടങ്ങാം. വീഡിയോയിൽ പോകുന്നതിന് തൊട്ട് മുമ്പായ ഒരു കാര്യം, ഇങ്ങനത്തെ കട്ടറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാടധികം അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ ബ്ലേഡുകളിൽ ചീള് കണ്ണിലോട്ട് അതിശക്തമായ രീതിയിൽ തന്നെ തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് സേഫ്റ്റി എല്ലാവരും മസ്റ്റായിട്ട് നോക്കുക. ഗ്ലാസ് മസ്റ്റായിട്ട് ധരിക്കുക. കട്ടറില്ലാത്തവർക്ക് ഇതുപോലത്തെ ആക്സോ ബ്ലേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മച്ചാമാരെ പണി നല്ല ഷടപടേന്ന് നടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര കാറുണ്ടോ അത്രയും കാറിനനുസരിച്ചുള്ള ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾ ബോക്സ് അടിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും പറയാത്തത്. അങ്ങനെ എല്ലാ പീസുകളും നമ്മളിപ്പോൾ കട്ട് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. പണി കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ഫ്ലെക്സ് ക്യുക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഷെൽഫ് അടിക്കുമ്പോൾ കറക്റ്റായി കിട്ടാൻ വേണ്ടി നമ്മൾ സ്പിരിറ്റ് ലെവലിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒട്ടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ഒട്ടിക്കുക. അതാത് പീസുകൾ അതാത് ഭാഗത്ത് തന്നെ വെച്ച് ഒട്ടിക്കുക. പിന്നെ ഗ്ലൂ ഒരു കാരണവശാലും കണ്ണിൽ വിടാതെയും നോക്കുക. കറക്റ്റ് സ്പിരിറ്റ് ലെവൽ വെച്ച് നോക്കിയതിന് ശേഷം മാത്രം ഒട്ടിക്കുക. ഓക്കെ. പിന്നെ ഞാൻ ഇതിൽ ലൈറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, അത് ഓപ്ഷനാണ്. അപ്പോൾ ലൈറ്റിന്റെ വർക്ക് നടക്കുന്നുണ്ട്. സോൾഡറിംഗ് ഒക്കെ ചെയ്ത് കണക്ഷൻസ് ഒക്കെ കറക്റ്റ് കൊടുത്ത് സെറ്റ് ആക്കിയാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഇപ്പോൾ തന്നെ ഇതൊരു ലോങ് വീഡിയോ ആയതിനാൽ ഇതിന്റെ റിസൾട്ട് വരുന്നത് പാർട്ട് 2-ലായിരിക്കും. ഞാൻ നീ ഒരു ചായ കുടിച്ചിട്ടോ. Have a tea break.